ഇതിനെ വെറുതെ ഒരു സദാചാര ബോധത്തിന്റെ ഇടയിലേക്ക് നിർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സദാചാര ബോധത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഞാൻ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞതിന്റെ വിഷയമാണ്. നിങ്ങൾ കണ്ട ആ ഭാഗം എന്ന് പറയുന്നത് സ്നേഹലത റെഡ്ഡി എന്ന എഴുത്തുകാരിയുടെ, നാടക പ്രവർത്തകയുടെ ജീവിതത്തിന്റെ ഒരു ഏടാണ്. അതിന് പുറകിൽ കൃത്യമായ ഒരു മ്യൂസിക് ഉണ്ട്, ഒരു ശബ്ദമുണ്ട്, ഞങ്ങളുടെ നാടകത്തിലെ ശബ്ദമുണ്ട്. തികച്ചും ഈ നാടകത്തിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അറിയാതെ ഈ നാടകത്തിലെ ചില രംഗങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ ചില അശ്ലീല മ്യൂസിക് ഒക്കെ കയറ്റി വലിയൊരു വിദ്വേഷ പ്രചാരണമാണ് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നോടിപ്പം ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ നാടകത്തിലെ ആ ഫോട്ടോയിൽ കണ്ട ആ മുഖ്യ വേഷം ചെയ്ത ചിന്നൂസ് ചിലങ്കയാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേരുന്നത്. ശ്രീ ചിന്നു, നമ്മോട് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇതൊരു ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അവിടെ എന്തോ അശ്ലീല നാടകം അല്ല അശ്ലീല കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പ്രചാരണം കൊണ്ടുവരാനാണ് ഇത്തരത്തിൽ സംഘപരിവാർ വലിയൊരു നീക്കം നടത്തിയത്. അതിന് ചിന്നൂസിനെ ഇരയാക്കുകയായിരുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചത് നാടകമാണ്, മിസ്സ എന്നൊരു നാടകമാണ്. മിസ്സ പറയുന്നത് ഭരണകൂട ഭീകരതകളെ കുറിച്ചാണ്. വലതുപക്ഷ ഭരണകൂട ഭീകരതകളെ തുറന്നു കാട്ടുന്ന ഒരു നാടകമാണ് മിസ്സ. അത് 1975 മുതൽ അടിയന്തരാവസ്ഥ കാലം മുതൽ ഇപ്പോഴത്തെ 2026 BJP സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതകൾ വരെ നമ്മളതിൽ കാണിക്കുന്നുണ്ട്. അന്ന് മിസ്സ എന്നൊരു ആക്ട് പ്രകാരമാണ് മനുഷ്യരെ, ചോദ്യം ചോദിക്കുന്ന മനുഷ്യരെ, സമൂഹത്തിൽ പോരാടിയ മനുഷ്യരെ അവർ ജയിലിൽ അടച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഭരണകൂടം ചെയ്യുന്നത്, ചോദ്യം ചോദിക്കുന്ന മനുഷ്യരെ കേന്ദ്ര ഏജൻസികളും അവരുടെ ഭരണപരമായിട്ടുള്ള ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദമാക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ കുറേ കള്ളപ്രചരണങ്ങൾ ഇറക്കുകയാണ്, ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മിസ്സ പറയുന്നത്. നിങ്ങൾ കണ്ട ആ ഭാഗം എന്ന് പറയുന്നത് സ്നേഹലത റെഡ്ഡി എന്ന എഴുത്തുകാരിയുടെ, നാടക പ്രവർത്തകയുടെ ജീവിതത്തിന്റെ ഒരു ഏടാണ്. സ്നേഹലത റെഡ്ഡി കർണാടകത്തിലെ ഒരു മികച്ച അഭിനേത്രിയാണ്. സംസ്കാര എന്ന സിനിമയിലൂടെ പ്രസിഡന്റിന്റെ അവാർഡ് വരെ കരസ്ഥമാക്കിയ ഒരു നാടക പ്രവർത്തകയാണ്. അവർ സമൂഹത്തിൽ പോരാടിയതുകൊണ്ട്, ചോദ്യം ചോദിച്ചതുകൊണ്ട് മാത്രം അന്നത്തെ ഭരണകൂടം, ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം അവരെ മിസ ആക്ട് പ്രകാരം ജയിലിലടക്കുകയാണ് ചെയ്തത്. അവർക്കെതിരെ ഒരു തെളിവ് പോലും കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അവരെ 7 മാസത്തോളം അവരെ ജയിലിലടച്ചു. അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കൊടുത്തില്ല, ചികിത്സ കൊടുത്തില്ല. അവരൊരു ആസ്മ രോഗിയായിരുന്നു. അവർക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സ കൊടുത്തില്ല. അവരുടെ ബന്ധുക്കളെ കാണാനുള്ള അനുമതി നിഷേധിച്ചു. എല്ലാ തരത്തിലുള്ള മനുഷ്യ അവകാശം ലംഘനമാണ് അവിടെ നടന്നത്. അതിൻ്റെ ആ ഒരു ഭീകരതയാണ് നമ്മൾ ആ ഒരു നിങ്ങൾ കണ്ട ആ ചെറിയൊരു പോർഷനിൽ കാണിച്ചത്. അതിൻ്റെ ആ ഒരു പോർഷൻ്റെ ആ ഒരു ചിത്രത്തിനെ മാത്രം, അതായത് അവരെ ആ സ്ക്രീൻഷോട്ടിനെ മാത്രം അവർ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ പുറകിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള മ്യൂസിക്കുകൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അതിന് പുറകിൽ കൃത്യമായ ഒരു മ്യൂസിക് ഉണ്ട്, ഒരു ശബ്ദമുണ്ട്, ഞങ്ങളുടെ നാടകത്തിലെ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ പറയുന്ന വിഷയങ്ങൾ തന്നെ അവരെ മുറിവേൽപ്പിക്കുന്നതാണ്. അതവർക്ക് ഒരു വിധത്തിലും അവർക്കത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് അവരെ തിരിഞ്ഞുകൊത്തും. അതുകൊണ്ട് അവരത് ചെയ്യില്ല. അതിന് പകരം അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വെറുതെ ഒരു സദാചാര ബോധത്തിന്റെ ഇടയിലേക്ക് നിർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സദാചാര ബോധത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഞാൻ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞതിന്റെ വിഷയമാണ്. കാരണം ഇത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്ന മനുഷ്യരെ ഏത് കാലത്തും അവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിശബ്ദമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നിന്നുകൊടുക്കില്ല. നമ്മൾ വീണ്ടും രാഷ്ട്രീയം പറയും, ചർച്ച ചെയ്യും, സംഘടിക്കും, സമരം ചെയ്യും, നാടകം ചെയ്യും. 10 വർഷത്തോളമായി പ്രൊഫഷണൽ നാടക രംഗത്തുണ്ട്. പെട്ടെന്ന് ഇതിങ്ങനെ ഈ വാർത്ത ആദ്യം കേട്ടപാട് എന്താ പേടിയാണോ, എന്താ ഫസ്റ്റ് വികാരം? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പേടിയോ അല്ലെങ്കിൽ നിരാശയോ സങ്കടമോ ഒന്നും തോന്നിയിട്ടില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടല്ല രാഷ്ട്രീയ നാടകം ചെയ്യുന്നത്. മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപ് ലബാർ റാഡിക്കിനെ കുറിച്ചിട്ട്, നാസി പട്ടാളം വെടിവെച്ച് കൊന്നുകളഞ്ഞ ലബാർ റാഡിക്കിനെ കുറിച്ച് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. കരിവള്ളൂർ സമര പോരാളിയായ AV കുഞ്ഞമ്പുവിൻ്റെ ഭാര്യ സഖാവ് ദേവയാനി അനുഭവിച്ച അതിക്രമങ്ങളെക്കുറിച്ച്, അവർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. ഹെലൻ ബോലക്കിനെ കുറിച്ച് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇത് ഞാൻ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ, കൊള്ളേണ്ടടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് പ്രതികരിക്കുമെന്നുള്ളത്. അത് ഈ ഒരു രീതിയിൽ വന്നു എന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇതിനെ ഒരു സദാചാര ബോധത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ക്ലിപ്പിൻ്റെ മാത്രമായിട്ട് ഇത് ഒതുങ്ങരുത്. കാരണം ഈ നാടകം എല്ലാവരും കാണണം. ഈ നാടകത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് ആളുകൾ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാടകത്തിന് കൂടുതൽ വേദികൾ ഒരുക്കി ഈ നാടകം കാണുക. അപ്പം നമുക്ക് മനസ്സിലാവും, ഇതിൽ സ്നേഹലത റെഡ്ഡി മാത്രമല്ല വരുന്നത്, ഇതിൽ ബിൽക്കിസ് ബാനു വരുന്നുണ്ട്. ബിൽക്കിസ് ബാനുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുജറാത്ത് കലാപത്തിൻ്റെ ഒരു ഇരയാണ് ബിൽക്കിസ് ബാനു. ബിൽക്കിസ് ബാനുവിനെ കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 4 ആർട്ടിസ്റ്റുകളാണ് ഞങ്ങളുള്ളത്. വെറും 4 ആർട്ടിസ്റ്റുകൾ 38ഓളം കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരാൾ 10-12 കഥാപാത്രങ്ങൾ ഈ ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുന്നുണ്ട്. ഇരയായും വേട്ടക്കാരിയായും ഞാൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് സ്നേഹലത റെഡ്ഡിയായിട്ട് അഭിനയിക്കുമ്പോഴും ഇന്ദിരാഗാന്ധിയായിട്ടും അഭിനയിക്കുന്നത് ഞാൻ തന്നെയാണ് ഗൗരി ലങ്കേഷായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ തന്നെയാണ് മായ കോടാനിയായിട്ടും അഭിനയിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നതിൽ നമുക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ ഇനിയും പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും നമ്മളെ തളർത്താൻ വേണ്ടി കഴിയില്ല. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒരു തരത്തിലുള്ള സങ്കടമോ വിഷമോ ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ നാടകം എത്തിച്ചേരണമെന്നാണ് ഞാൻ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. എന്തായാലും കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ആദ്യത്തെ തവണയല്ലല്ലോ ഈ മിസ നാടകം ഈ തൃശ്ശൂർ വേദിയിൽ പ്ലേ ചെയ്യുന്നത്. മുമ്പ് പല സ്ഥലങ്ങളിലും പ്ലേ ചെയ്തിട്ടില്ലേ? ഇനി മിസ നാടകം ഇനി അടുത്ത പ്ലേ എവിടെയാണെന്നാലും, കാരണം ഇത്രയും വാർത്തയായ സ്ഥിതിക്ക് സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടാവും, ഇതിനി അടുത്ത എവിടെയാ, അതൊന്ന് പറയാൻ പറ്റും? നമുക്ക് തിരുവനന്തപുരത്ത് പുകാസ, അവരാണ് ആദ്യം നമുക്ക് വേദി തന്നതും. തിരുവനന്തപുരം പുകാസ ജില്ലാ കമ്മിറ്റി അവിടെ അവരുടെ കാട്ടാൽ ഫെസ്റ്റിൽ നമുക്കൊരു വേദി തന്നിരുന്നു. അവർ തന്നെ വീണ്ടും ഒരു വേദി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അതുപോലെ തന്നെ DYFയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൽ ചെയ്യണമെന്നൊരാഗ്രഹം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തീരുമാനമായിട്ടില്ല. മറ്റ് വേദികൾ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചില വേദികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മളങ്ങ് പോവുകയല്ല വേണ്ടത്. ഇതിന് കൃത്യമായ വേദികൾ ഒരുക്കുക, ഈ രാഷ്ട്രീയം കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊരു ഒരു മുഖം മറഞ്ഞ ഒരു വിഷയം മാത്രമാക്കി മാറ്റി പോവാൻ പാടില്ല. തീർച്ചയായും കേരളത്തിൽ എന്തായാലും വേദികൾ ഇനി ഉറപ്പായും ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.